നീ ഗിരിജയെ വിളിക്കാറുണ്ടായിരുന്നു അല്ലേ ദേവ? ഏട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ ദേവൻ ഒന്ന് പതറി. എന്നു മുതലായിരുന്നു നീ എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ? അതെ ഏട്ടാ, ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ചന്ദ്രനെ കാണുന്നത്, എറണാകുളത്ത് വെച്ച്. ആദ്യം എനിക്ക് മനസ്സിലായില്ല അവൻ തന്നെയാ ദേവൻ ദേവൻ അല്ലേന്ന് ചോദിച്ചു വന്നത്. കാലം കുറെ കഴിഞ്ഞില്ല ഏട്ടാ, ദേഷ്യം കാണിക്കാൻ തോന്നിയില്ല. ഗിരിജയെ കണ്ടിരുന്നു. നീ അപ്പോൾ ഗിരിജയെ പോയി കാണണം എന്നൊക്കെ അന്ന് കരുതിയതാ. ഓരോ തിരക്കൽപ്പെട്ടു പോയി. ഇത്രയും പെട്ടെന്ന് അവൾ പോകും എന്ന് അന്ന് കരുതിയില്ലല്ലോ. തെറ്റായി പോയി. അന്നേ പോയി അവളെ ഒരു നോക്ക് കാണേണ്ടതായിരുന്നു. ഫോണിൽ വിളിക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു എല്ലാവരെയും കാണാൻ തോന്നുന്നു എന്ന്. ആരും അവളോട് ക്ഷമിച്ചിട്ടില്ല എന്ന് കരുതിയ ഞാൻ. ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നില്ലേ ദേവ? ഞാൻ പോയി കണ്ടേനല്ലോ എൻ്റെ മോൾ. അത്രയും കഷ്ടപ്പാടിൽ കിടന്നു എൻ്റെ ഗിരിജ. ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ. അവൾ ചോദിക്കുമ്പോഴൊക്കെ സുഖം ആണെന്ന് പറയും. വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ആണെന്ന് തോന്നുന്നു. 1-2 വട്ടം പൈസ ഉണ്ടാവോ, കടമായിട്ട് മതി എന്നൊക്കെ പറയുമായിരുന്നു. അയച്ചു കൊടുത്തിരുന്നു ഞാൻ. കല്ലുമോളുടെ കോളേജിലേക്ക് പൈസ ആവശ്യം വന്നിട്ടും അവൾ എന്നോട് പറഞ്ഞില്ല. അവസാനം എന്തോ കാര്യം പറഞ്ഞ് കല്ലുമോളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അബദ്ധം പോലെ ആ കുട്ടിയുടെ വായിന്ന് വീണതാ. അന്ന് ഞാൻ അവളോട് മാത്രം സംസാരിച്ചപ്പോൾ മനസ്സിലായി അവരുടെ കഷ്ടപ്പാട്. അന്നു മുതൽ എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് അവരെ. ദേവൻ പറഞ്ഞത് മുകുന്ദൻ വിഷമത്തോടെ ഇരുന്നതേ ഉള്ളൂ. മരിക്കുന്നതിന് മുമ്പ് അവളെ കാണാനോ അവളുടെ ശബ്ദം കേൾക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം. സുധിയേട്ടൻ പറഞ്ഞിട്ട് പോയതെന്താ? കലിപ്പൻ്റെ കാന്താരിയോ? കല്ല് ചോദിച്ചത് കേട്ട് അമ്മ ചമ്മലോടെ മൂളി. സുധിയേട്ടൻ കളിയാക്കി വിളിക്കുന്നത്. എന്നാലും സാറ് എൻ്റെ കോളേജിലെ സാറാ. എത്ര നാളായി തുടങ്ങിയിട്ട്? 1 കൊല്ലമായി ഞാൻ അങ്ങാരുടെ പുറകെ നടക്കുന്നു. എന്നിട്ടും അങ്ങേരെന്നെ മെയിൻ ചെയ്യുന്നത് കൂടെ ഇല്ല. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒരു ദിവസം കേശവേട്ടനെ വിളിച്ചു സാറ്. എന്നെ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു വീട്ടിൽ എനിക്ക് കൊയ്ത്തീറ്റ ആണോ കൊടുക്കുന്നതെന്ന്. അതോടെ ഏട്ടന് കാര്യം കത്തി. സുധിയേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ അടുത്ത്. രണ്ടാളും കൂടെ എന്നെ പൊക്കി. അവളുടെ പറച്ചിൽ കേട്ട് കല്ലുവിന് ചിരി വന്നു പോയി. അമ്മു, നിന്നെ അമ്മ വിളിക്കുന്നു. പുറത്തു നിന്നുള്ള ആദിയുടെ ശബ്ദം കേട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കുന്നത്. കല്ലുവിൻ്റെ മുഖം മങ്ങി. അന്ന് കൃത്യമായി ആദ്യ കാണുകയും ചെയ്തു. ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി. അതേ സമയത്ത് തന്നെ സരള പുറത്തേക്ക് വന്നിരുന്നു. ചെറിയമ്മേ, സുധി ഇല്ലേ ഇവിടെ? ഓ ഉണ്ട് മോനെ, ഇപ്പോൾ തന്നെ വന്നായിരുന്നു. ഒന്ന് മൂളി അകത്തേക്ക് കയറുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. അമ്മുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുവിനെ കാണുമ്പോൾ മനസ്സിൽ കഴിയാത്തൊരു ഫീൽ. ചുണ്ടിൽ വിരിഞ്ഞൊരു പുഞ്ചിരി. അവൻ സുധിയുടെ റൂമിലേക്ക് പോയി. കല്ലു, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അമ്മ നിന്നെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ്. വീടൊക്കെ കാണാനേ? അമ്മു പറഞ്ഞതും തലയാട്ടി എഴുന്നേറ്റ് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആദ്യം അവർക്കൊപ്പം ഇറങ്ങിയിരുന്നു. കല്ല് അമ്മുവിനോട് സംസാരിച്ചു കൊണ്ടാണ് നടന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ദേവനുമുണ്ട്. ആഹാ, ഇതായത് കല്ലുമോളോവാ? ചിരിയോടെ മുഖത്തിന് പറയാൻ അമ്മു കല്ലുവിൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിയിരുന്നു. ആദ്യം അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും അടുത്ത് നിന്നു. അമ്മ ഉള്ളത് നന്നായി അല്ലേ ഏട്ടാ? കല്ലുവിനൊരു ആശ്വാസമാകും. അതെ, അന്ന് നമ്മുടെ ഗിരിജയെ സ്വീകരിച്ചെങ്കിൽ നമ്മളിടയിൽ വളരേണ്ട കുട്ടിയാ. ഇതിപ്പോൾ ആരുമില്ലാത്ത പോലെ ജീവിച്ചു കല്ലുമോളും ഗിരിജയും ഒക്കെ. വീണ്ടും ഗിരിജയുടെ പേര് തങ്ങൾക്കിടയിൽ വന്നതും ഇരുവരും മൗനമായി. ഒരു നെടുവീർപ്പോടെ ആദ്യം അകത്തേക്ക് കയറി അവൻ്റെ റൂമിലേക്ക് പോയി. ലളിതയും രുദ്രയും അവളെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. അവിടം മുതൽ കല്ലു മാറുകയായിരുന്നു. ചുറ്റും സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ. പതിയെ തൻ്റെ ദുഃഖങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നികത്താൻ കഴിയാത്ത നഷ്ടമാണ് തനിക്കുണ്ടായതെങ്കിലും എല്ലാവരോടും അടുത്തു അവൾ പഴയ വായാടി ആയി മാറിയിരുന്നു. ചിതാഭസ്മം അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം പോലെ ഭാരതിയിൽ പുഴയിൽ ആണ് ഒഴുക്കിയത്. അന്നെല്ലാം ആദിയും സുധിയും അമ്മുവും മുകുന്ദനും ദേവനും എല്ലാം അവളുടെ ദുഃഖത്തിന് തണലായി. പക്ഷേ ആദിയോട് മാത്രമുള്ള അക്ഷരം പോലും മിണ്ടില്ലായിരുന്നു. എന്തിനു നോക്കുക പോലും ഇല്ലായിരുന്നു. അതവൻ ഒരുപാട് വിഷമം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവനും അവളെ മനഃപൂർവ്വം ഒഴിവാക്കി. സുധിയോട് പോലും അടുപ്പത്തോടെ പെരുമാറുന്ന അവളോട് താൻ എന്ത് തെറ്റ് ചെയ്തായിരുന്നു അവന് അറിയില്ലായിരുന്നു. സുധിയും കല്ലുവും തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം ഫീൽ ചെയ്തതോടെ അവൻ്റെ മനസ്സാദ്യമായി അവൾക്ക് വേണ്ടി വാശി പിടിച്ചു തുടങ്ങിയിരുന്നു. തനിക്ക് അവളോട് തോന്നുന്നത് എന്നാണ് എന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അധികം വൈകാതെ കല്ലുവിൻ്റെയും അമ്മുവിൻ്റെയും റിസൾട്ട് അറിഞ്ഞ് ഇരുവരും നല്ല മാർക്കോടെ തന്നെ ജയിച്ചിരുന്നു. ഇരു വീടുകളിലും ആഘോഷമാക്കിയിരുന്നു. കല്ല് കേക്ക് മുറിച്ചു സുധിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടതോടെ ആദ്യക്ക് തൻ്റെ നെഞ്ചിൽ ഒരു കരിങ്കല എടുത്തു വെച്ചതുപോലെ തോന്നി. സുധി കല്ലുവിനൊരു സ്വർണ്ണത്തിൻ്റെ നെക്ലസ് സമ്മാനിച്ചിരുന്നു. താൻ അവൾക്ക് വാങ്ങിയ സമ്മാനം അവൾക്ക് കൊടുക്കാതെ തന്നെ കയ്യിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു ആദി. സുധിയുടെ പോലെ നല്ല ജോലിയോ ശമ്പളമോ ഇല്ല തനിക്ക്. ഇല്ല. തൻ്റെ സമ്മാനം കാണുമ്പോൾ അവൾ പുച്ഛിച്ചു തള്ളും. അമ്മുവിനും സുധീർ സ്വർണ്ണവള വാങ്ങിച്ചു കൊടുത്തിരുന്നു. മങ്ങിയൊരു ചിരിയോടെ ആ കാഴ്ച നോക്കി പുറത്തേക്ക് നടന്നു അവൻ. കല്ലുവിന് അവനെ ചേരൂ. താൻ ചേരില്ല. എല്ലാം കൊണ്ടും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു മുത്തശ്ശിയോട് കുറുമ്പ് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നവളെ. അവളുടെ മുഖത്തെ പുഞ്ചിരിയിലേക്ക് നോക്കിയിരുന്നു പോയി. കണ്ണൊന്നും തെറ്റി നോക്കിയ അവളെ. മിഴികൾ പെട്ടെന്ന് ചുരുങ്ങി. വേഗം മുഖം വെട്ടിച്ചു മാറ്റി അവളെ നോക്കാതെ ഇരുന്ന് കഴിച്ചു. കോൺഗ്രാസ്. തൻ്റെ പുറകിൽ നിന്നും ആദിയുടെ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. താങ്ക്സ്. ഒട്ടുമയമില്ലാത്ത വരുന്ന അവൾ പിന്നൊന്നും പറയാൻ ഇല്ലാതായിപ്പോയി അവനെയൊന്ന് നോക്കി അവൾ തിരിഞ്ഞു നടന്നു.
കല്യാണി, തനിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? നടന്നു പോയവൾ തിരിഞ്ഞു നോക്കി. ഞാൻ നിന്നെ ഇവിടെ എല്ലാവർക്കും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒറ്റക്കിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നെഞ്ചിൽ കയ്യും കെട്ടി നിന്ന് അവൾ അവനെ നോക്കി. ഞാൻ ഒറ്റക്കാൽ നിങ്ങൾക്കെന്താ? അത് എൻ്റെ അപ്പച്ചിയുടെ മോളല്ലേ, എൻ്റെ പെങ്ങളെ പോലെ. അതുകൊണ്ട് ഒറ്റക്കാവ് നാട്ടിലിടാൻ തോന്നിയില്ല. പിന്നെ അച്ഛൻ്റെ ഒക്കെ ആഗ്രഹം മതി. എന്തൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടെ എന്നെ നോക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പെണ്ണുമല്ല ഞാൻ. ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായ സുധിയേട്ടനോട് പറയും ഞാൻ. അവനെ നോക്കി രൂക്ഷമായി പറഞ്ഞിട്ട് അവൾ നടന്നുപോയി. അന്നത്തേതിൽ പിന്നെ ആദ്യം മനഃപൂർവ്വം അവളെ നോക്കാറില്ല. കൺമുന്നിൽ പെട്ടാൽ പോലും മുഖം തിരിച്ചു കളയും. പതിയെ പതിയെ അവൻ്റെ മനസ്സിൽ അവളോട് ദേഷ്യം തോന്നി തുടങ്ങി. ആരുമില്ലാന്നിടത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ്. തൻ്റെ ഒറ്റ വാക്കിലാണ് അവൾ വാശി കളഞ്ഞു തന്നു വന്നതോ. പക്ഷേ ആ ദേഷ്യം അവൾ കാണിക്കുന്നത് തന്നോടാണ്. എന്തിന്? അതുകൊണ്ട് അവൾക്ക് സ്നേഹിക്കാൻ ഒരുപാട് ആളുകളെ കിട്ടിയില്ലേ? അഹങ്കാരമാണ് അവൾക്ക്. അവൻ്റെ മനസ്സിൽ അവൾക്ക് പേരും വീണിരുന്നു. അമ്മുവും ഒപ്പം കല്ലവും PGക്ക് ചേർന്നു. അമ്മാവന്മാർ രണ്ടാളും നിർബന്ധം പിടിച്ചതോടെ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പോരാത്തതിന് പഠിക്കാനുള്ള ആഗ്രഹവും. അമ്മുവും കല്ലവും ചേർന്ന് അമ്മു ഡിഗ്രിക്ക് ചെയ്ത കോളേജിൽ തന്നെയായിരുന്നു. അതിന് പിന്നിൽ അമ്മുവിൻ്റെ ഗൂഢലക്ഷ്യം എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. കല്ലുവിൻ്റെ സപ്പോർട്ടും. പലപ്പോഴും ആദ്യം അമ്മുവിൻ്റെ കോളേജിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ കല്ലവും ഉണ്ടാകും. എന്നാൽ അബദ്ധത്തിൽ പോലും അവൻ്റെ ഒരു നോട്ടം അവളിൽ വീണില്ല. മനസ്സിൽ തോന്നിയ പ്രണമ എന്നെ കുഴിച്ചുമൂടി കളഞ്ഞിരുന്നു. 1 വർഷം കഴിഞ്ഞു. കല്ലവും അമ്മുവും PG സെക്കൻഡ് ഇയർ ആയി. മാസങ്ങൾ മാറി വന്നു. എങ്കിലും ഇപ്പോഴും മാറ്റമില്ലാതെ കല്ലവും ആദ്യം തമ്മിൽ ശീതയുദ്ധം നടന്നുകൊണ്ടിരുന്നു.